2024-25 സാമ്പത്തിക വർഷം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ടൈമൊക്കെ എന്തായാലും ആയിട്ടുണ്ട്. ഇൻകം ടാക്സിന്റെ ഫോമും കാര്യങ്ങളൊക്കെ സൈഡിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ചെറിയൊരു സാങ്കേതിക തടസ്സം കൂടിയുണ്ട്. അപ്പോൾ പല ആൾക്കാരും എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഈ സാങ്കേതിക തടസ്സം ഉള്ളത് കൊണ്ട് തന്നെ ചില ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഈ മെയ് അവസാനം വരെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കഴിഞ്ഞ 2025 ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിലുള്ള TDS-ഉം TCS ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് മെയ് 31 വരെയാണ്. ഒഫീഷ്യൽ ഡേറ്റ് ആണ്. അപ്പോൾ മെയ് 31-നുള്ളിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പാൻ നമ്പറിൽ അത് എന്ത് ചെയ്യുള്ളൂ, റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ TDS-ഉം TCS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇടപാടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും ഗുണം ചെയ്യുക. അപ്പോൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സീരീസിലുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങുമായി ബന്ധപ്പെട്ട ഫർദർ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ഈ പേജിൽ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.